ദൈവനാമത്തിന് ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന പരമ്പരയുടെ 39ാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠന വിഷയം പൗലോസ് വിശുദ്ധന്മാർക്ക്, റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനം, റോമാലേഖനം, അതിൻ്റെ 39ാമത്തെ പഠനം. ഈ പഠനത്തിൽ നാം ഇപ്പോൾ റോമാലേഖനം 2-ാം അധ്യായത്തിലാണ്. റോമർക്കെതിരെ ലേഖനം 2-ാം അധ്യായം ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള പുസ്തകമാണ്, പഠനങ്ങളാണ്. ദൈവത്തിൻ്റെ ന്യായവിധി എല്ലാ മനുഷ്യരും നേരിടേണ്ടി വരുന്നൊരവസ്ഥ, അത് ഒഴിവാക്കാൻ പറ്റില്ല. നാം വിചാരിക്കും നമുക്കിഷ്ടമില്ലാത്ത ഒന്നാണ് ന്യായവിധി. നമ്മുടെ ജീവിതം പരിശോധിക്കപ്പെടുവാൻ ആർക്കും ഇഷ്ടമല്ല. നാം ജീവിതങ്ങൾ പലതും രഹസ്യമായി കൊണ്ടു നടക്കുന്നവരാണ്. നമ്മുടെ ജീവിതം തുറന്നു നോക്കി ദൈവം നമ്മുടെ ഓരോ വിഷയങ്ങൾ ചോദ്യം ചെയ്യുവാൻ നാം ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനൊരു അവസ്ഥയുണ്ട്, അങ്ങനൊരു ദിവസമുണ്ട്. അങ്ങനെ ദിവസത്തെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു ആയിരിക്കും നമ്മുടെ ന്യായവിധി നടത്തുന്ന ആൾ. അതിനായി കർത്താവിനെ ദൈവം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒരു ദിവസം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്നു. ന്യായവിധിയുടെ വിവിധ വശങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ് ന്യായവിധിയുടെ മാനദണ്ഡം. ദൈവത്തിന് തോന്നുന്നത് പോലെയല്ല, ദൈവത്തിന് കൃത്യമായ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം, കൽപ്പന, അരുളപ്പാട്. ആ കൽപ്പനയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ന്യായവിധി നടക്കപ്പെടുന്നത്. ആ വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരംഭം മുതൽ തന്നെ ദൈവം തൻ്റെ നിയമം മനുഷ്യർക്ക് നൽകി. നിയമമില്ലാത്ത മനുഷ്യനില്ല. എല്ലാ മനുഷ്യരും നിയമത്തിൻ്റെ കീഴിലാണ്. ആദ്യം പിതാക്കന്മാരുടെ കാലം, പിതാക്കന്മാരുടെ വ്യവസ്ഥ. ആദ്യ പിതാക്കന്മാരായ ആദാം, നോവ, മെൽക്കിസദേക്ക്, അബ്രഹാം, ഇസാക്ക്, യാക്കോബ് തുടങ്ങിയ ആദ്യ പിതാക്കന്മാർ. ആ പിതാക്കന്മാരുടെ കാലഘട്ടമാണ് മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ കാലഘട്ടം. ദൈവം കുടുംബത്തലവന്മാരോട് സംസാരിച്ചു. അതുകൊണ്ടാണ് പിതാക്കന്മാരുടെ കാലം എന്ന പേരുണ്ടായത്. റോമർക്കെതിരെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ആ കാലഘട്ടത്തിൻ്റെ സംഭവമാണ് വിവരിച്ചത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പം ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ കാലഘട്ടത്തിൽ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു, ലോകത്തിലേക്ക് പാപം കടന്നു വന്നു. ഇത് എബ്രായർക്കെതിരെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. അപ്പോൾ ദൈവം എന്നും തൻ്റെ കൽപ്പന, തൻ്റെ ഹിതം, തൻ്റെ ഇഷ്ടം, തൻ്റെ നിയമം അരുളി ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ആ നിയമത്തിൻ്റെ കീഴിലാണ്. ആ നിയമത്തിന് വിധേയപ്പെട്ട് അനുസരണം കാണിച്ചാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അപ്പോൾ ദൈവം ആദ്യം പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരവും അല്ലാതെയും പല വിധത്തിൽ, പല മാർഗങ്ങളായി ഭാഗമായിട്ട് ദൈവം അരുളി ചെയ്തു. അപ്പം പിതാക്കന്മാരുടെ കാലഘട്ടം, ആ കാലഘട്ടം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 50 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 2500 വർഷം നീണ്ടു നിൽക്കുന്നൊരു കാലഘട്ടം, പിതാക്കന്മാരുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിലും പുറജാതികളുടെ ലോകം, അന്ന് യഹൂദ ജനത്തെ വേർതിരിച്ചിട്ടില്ല. പുറജാതികളുടെ ആ ലോകം അവർ 3 വിധത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് അവർ പാപത്തിൽ അധംപതിച്ചു എന്ന് കാണാൻ കഴിയും. ഒന്നാമത്, പിതാക്കന്മാരുടെ നിയമം, പിതാക്കന്മാർക്ക് നൽകപ്പെട്ട നിയമം പിൻപറ്റുവാൻ ജാതികൾ പരാജയപ്പെട്ടു. മാത്രമല്ല, അവരിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന നിയമമുണ്ടായിരുന്നു. അവരിൽ തന്നെ ദൈവം വെച്ചൊരു നിയമസംഹിതയുണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ, ഹൃദയത്തിൽ. അതനുസരിച്ച് ജീവിക്കാൻ പരാജയപ്പെട്ടു. മൂന്നാമത്, അവരുടെ മനസ്സാക്ഷിയെ അവർ അനുസരിച്ചില്ല. ഈ 3 വിധത്തിലും പുറജാതികൾ പാപം ചെയ്യുകയായിരുന്നു. മനസ്സാക്ഷി, ദൈവം മനുഷ്യരിൽ തന്നെ പ്രകൃതിപരമായി വെച്ചിരിക്കുന്ന സംവിധാനം. ഈ മനസ്സാക്ഷി, അതിനെ നാം പരിശീലിപ്പിക്കണം. തുടർന്നുള്ള നമ്മുടെ പഠനങ്ങൾ ആ വിഷയത്തിൽ കൂടുതൽ കേന്ദ്രീകൃതമായിരിക്കും. വളരെ സുപ്രധാന ഒരു പഠനമാണ്. മനസ്സാക്ഷിയിൽ നമുക്ക് പരിശീലനം കൊടുക്കണം. ശരിയായ വിധത്തിൽ, ശരിയായ ജ്ഞാനത്താൽ, അറിവുകൊണ്ട് മനസ്സാക്ഷിയെ പരിശീലിപ്പിക്കണം. തെറ്റാണ് മനസ്സാക്ഷിയെ പരിശീലിപ്പിക്കുന്നതെങ്കിൽ മനസ്സാക്ഷി ആ തെറ്റിന് കൂട്ടുനിൽക്കും. അതുകൊണ്ട് മനസ്സാക്ഷിയെ ശരി കൊണ്ട്, സത്യം കൊണ്ട്, ന്യായം കൊണ്ട് പരിശീലിപ്പിക്കപ്പെടണം. ചില മനുഷ്യരുടെ മനസ്സാക്ഷി തെറ്റിനാൽ പരിശീലിപ്പിക്കപ്പെട്ടതായിത്തീരും. അവർ തെറ്റിനെ ന്യായീകരിച്ച് തെറ്റായിട്ട് തിരിച്ചറിയാൻ കഴിയാതെ വരും. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ സത്ത, അന്തസത്തയാണ് മനസ്സാക്ഷി. അതവനെ കാര്യങ്ങൾ ശരിയായി വിവേചിക്കാനും തീരുമാനമെടുക്കാനും ശരിയായി പരിശീലിപ്പിക്കപ്പെട്ട മനസ്സാക്ഷി ഉണ്ടെങ്കിൽ സാധിക്കും.
ദൈവത്തിൻ്റെ ഹിതവും ആലോചനയും ഇഷ്ടവും വഴികളും പരിശീലിപ്പിക്കപ്പെട്ട ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വഴികൾ തെറ്റുമ്പോൾ മനസാക്ഷി നമുക്ക് വേണ്ടി സംസാരിക്കും, നമ്മളെ വഴി നടത്തും. റോമർക്കെതിരെ ലേഖനം 14 അധ്യായത്തിൻ്റെ 23 വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. അവിടെ ഇങ്ങനെ കാണാം: എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതുകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. ഒരു കാര്യം സംശയത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി അതിനെ അംഗീകരിക്കില്ല. മനസാക്ഷി അംഗീകരിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. അതുകൊണ്ടാണ് റോമലേഖനം 2 അധ്യായത്തിൻ്റെ 14-15 പുറജാതികളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു: ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. ഇപ്പോൾ ന്യായപ്രമാണമില്ല ജാതികൾക്ക്. ദൈവം തൻ്റെ പ്രമാണം കൊടുത്തത് യഹൂദന്മാർക്കാണ്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് യഹൂദ ജനത്തെ രൂപീകരിച്ചതിന് ശേഷം 10 കൽപ്പനകൾ കൊടുത്തത് യഹൂദന്മാർക്കാണ്. പുറജാതികളായിട്ടുള്ളവർക്ക്, അന്ന് യഹൂദന്മാരല്ലാത്ത മറ്റുള്ളവർക്ക് ന്യായപ്രമാണമില്ല. ദൈവത്തിൻ്റെ കൽപ്പനകളോ പ്രമാണങ്ങളോ വ്യവസ്ഥകളോ അവർക്കില്ല. പക്ഷെ അവരെ ദൈവം ന്യായം വിധിക്കുന്നത് എങ്ങനെയാണ്? ആ വിഷയമാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നു ന്യായപ്രമാണമില്ലാത്ത ജാതികൾ. പക്ഷെ അതേസമയത്ത് ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്തവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അപ്പോൾ അവരുടെ ഉള്ളിലൊരു പ്രമാണമുണ്ട്. രേഖയിലില്ല, പുസ്തകത്തിലില്ല, കല്ലിലില്ല, തുകലിലില്ല. ആ തരത്തിൽ യഹൂദന്മാർ കിട്ടിയതുപോലെയുള്ള പ്രമാണമില്ല. പക്ഷെ അവർക്ക് എന്നാലും പ്രമാണമുണ്ട്. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഇപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ആ ഒരു നിലവാരം, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവരുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഇതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പുറജാതികൾക്ക് ദൈവം കൊടുത്ത വിധം അതായിരുന്നു. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ റോമാലേഖനം 2 അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ അവരോട് പറയുന്നു, ന്യായപ്രമാണത്തിലുള്ള ബന്ധത്തിലുള്ള 3 കാര്യങ്ങൾ യഹൂദന്മാരും പ്രജാതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയും. ഒന്നാമത്, ന്യായപ്രമാണം കൂടാതെ പാപം ചെയ്തവർ ന്യായപ്രമാണം കൂടാതെ ശിക്ഷിക്കപ്പെടും. 12 വാക്യം, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണമില്ല എന്നുള്ളത് കൊണ്ട് ദൈവം കുറ്റം വിധിക്കാതിരിക്കില്ല. എഴുതപ്പെട്ട പ്രമാണം കിട്ടിയില്ല, കൊടുത്തില്ല എന്നുള്ളതുകൊണ്ട് പുറജാതികൾക്ക് രക്ഷയില്ല. ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. രണ്ടാമത് പറഞ്ഞു, അതോടൊപ്പം പറഞ്ഞു, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധി നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്ര. ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്. ന്യായപ്രമാണം കേട്ടുകൊണ്ടിരുന്നാൽ പോരാ. ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് പ്രസംഗം കേട്ടാൽ പോരാ. കേൾക്കുന്നതനുസരിച്ച് ജീവിതത്തിൽ രൂപാന്തരം വരുത്താൻ കഴിയണം. മൂന്നാമത് പറഞ്ഞു, ന്യായപ്രമാണമില്ലാത്തവർ അവർക്ക് തന്നെ ഒരു ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുന്നു. സ്വഭാവത്താൽ എന്ന് പറഞ്ഞാൽ അവരുടെ പരിശീലനത്താൽ, സ്വഭാവത്തിൽ. ആ വാക്ക് 1 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 11 അധ്യായം 14 വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത്, പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാൽ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നുണ്ട് അവൾക്ക് മാനമെന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? ആ അർത്ഥത്തിലാണ് ഇവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണ ജാതികൾ, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ, ഇവിടെ പ്രകൃതിയിൽ ചില ശരിയും തെറ്റും അവർക്കറിയാനുള്ള സംവിധാനം ദൈവം വെച്ചിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് എഫേസ്യർ 2:3 പുറജാതികളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സ്വഭാവത്താൽ പാപികളായി. റോമർ 2:27 ആ വാക്കിൻ്റെ ഉപയോഗം കാണാം. 2:27 സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുമെങ്കിൽ. അപ്പോൾ 3 കാര്യങ്ങൾ കണ്ടു പ്രമാണത്തോടുള്ള ബന്ധത്തിൽ. 1, പ്രമാണമില്ലാതെ പാപം ചെയ്യുന്നവർ പ്രമാണമില്ലാതെ നശിച്ചു പോകും. രണ്ടാമത്, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല നീതിമാന്മാർ, കേൾക്കുന്നത് അനുസരിക്കുന്നവരാണ് നീതിമാന്മാർ. മൂന്നാമത് നമ്മൾ കണ്ടു, ന്യായപ്രമാണമില്ലാത്ത ആൾക്കാർ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുന്നൊരവസ്ഥ. ഈ 3 കാര്യങ്ങൾ പൗലോസ് ഇവിടെ പറയുകയുണ്ടായി. ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് പുറജാതികളെക്കുറിച്ച് ന്യായപ്രമാണം അവിടെ മനസ്സാക്ഷി എഴുതിയിരിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണം അവിടെ മനസ്സാക്ഷി കൂടെ അവർക്ക് സാക്ഷ്യം പറയുകയാണ്. ന്യായപ്രമാണം ദൈവം യഹൂദന്മാർക്ക് കൊടുത്തപ്പോൾ അവരോട് പ്രമാണത്തിലൂടെ ആവശ്യപ്പെട്ട നിലവാരം
അവരോട് ദൈവം ആവശ്യപ്പെട്ടതായ കാര്യങ്ങൾ ഈ പുറജാതികളെ സംബന്ധിച്ച് അവരുടെ മനസ്സാക്ഷിയിൽ, അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അവരുടെ മനസ്സാക്ഷി സാക്ഷ്യം പറയുന്നു. മനുഷ്യരെന്ന നിലയിൽ, ദൈവ സൃഷ്ടിയായ മനുഷ്യർ നിലയിൽ മനുഷ്യർക്ക് അറിയാൻ കഴിയുന്ന ചില ശരിയും തെറ്റുമുണ്ട്. ശരിയാണ്, മോശയ്ക്ക് കൊടുത്തതുപോലെ മോശയിലൂടെ പ്രമാണം കിട്ടിയിട്ടില്ല. പക്ഷേ അവർക്ക് ചില ശരിയും തെറ്റും അറിയാനുള്ള കഴിവുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പൗലോസ് ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു, ന്യായവിധി സകല മനുഷ്യർക്കും, യഹൂദനും പുറജാതി, പ്രമാണമുള്ളവനും പ്രമാണമില്ലാത്തവനും. യഹൂദന്മാർ ആചാരപരമായ നിയമങ്ങൾ അവർക്ക് കൊടുത്തു, ദൈവം കൊടുത്ത യഹൂദന്മാർക്ക് അവർ അതിനെതിരെ പാപം ചെയ്തു. പുറജാതികൾ പിതാക്കന്മാരുടെ കാലത്ത് പിതാക്കന്മാരുടെ ദൈവം പറഞ്ഞതുപോലെയുള്ള നിയമത്തിനെതിരെ പാപം ചെയ്തു. യഹൂദന്മാർ ദൈവം കൊടുത്ത സാന്മാർഗിക ധാർമ്മിക നിലവാരങ്ങൾ തകർത്തു. പുറജാതികളാകട്ടെ അവർക്കും ദൈവം അവരുടെ മനസാക്ഷിയിലെ ഹൃദയത്തിലും ഇത് നിയമങ്ങൾ അവർ തകർത്തു. ഇപ്പോൾ എല്ലാവിധത്തിലുള്ള മനസാക്ഷിക്ക് വിരോധമായി പുറജാതികളും പ്രവർത്തിച്ചു. ഇപ്പോൾ 12-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടത്, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം എന്ന വാക്ക് ആദ്യമായി പൗലോസ് ഉപയോഗിക്കുന്ന ഇവിടെ മുതലാണ്. പൗലോസിൻ്റെ എഴുത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു പദമാണ് നോമോസ് എന്ന യവന വാക്ക്. ബൈബിളിൽ അതിന് പല ആശയങ്ങളുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നത് മോശയുടെ ന്യായപ്രമാണം എന്ന അർത്ഥത്തിലാണ്. ഇപ്പം യഹൂദന്മാർക്ക് പ്രമാണമുണ്ട്. അവരെ ആ പ്രമാണത്തിൻ്റെ പേരിൽ ദൈവം അവരെ ശിക്ഷിക്കും, അവരോട് ന്യായം ചോദിക്കും, ന്യായവിധി നേരിടും. പ്രമാണമുള്ളവർ. പുറജാതികൾക്ക് എഴുതപ്പെട്ട പ്രമാണമില്ല, പക്ഷേ അവർക്ക് ദൈവത്തിൻ്റെ വേറെ സംവിധാനമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ താഴോട്ട് നോക്കും. 13-ാം വാക്യത്തിൽ, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവത്തിന് നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവർ അത്രേ നീതീകരിക്കപ്പെടും. വചനം കേട്ടാൽ മാത്രം പോരാ, വചനം അനുസരിക്കണം. യഹൂദന്മാരെ സംബന്ധിച്ച് എല്ലാ ശനിയാഴ്ചയും സാബത്ത് ദിവസം സിനഗോഗിൽ ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ പഴയ നിയമ പുസ്തകങ്ങൾ, ചുരുളുകൾ, പ്രവാചക പുസ്തകങ്ങൾ അവർ കേൾക്കുക അവരുടെ പതിവായിരുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഒരു ഉദാഹരണം കേൾക്കാം. പിസിദ്യ ദേശത്തിൽ അന്ത്യോക്യയിലെത്തി സബത്ത് നാളിൽ പള്ളിയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന സിനഗോഗ്, പള്ളിയിൽ ചെന്നിരുന്നു. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവീൻ എന്ന് പറയിച്ചു. അപ്പോൾ സിനഗോഗിൽ കൂടി വരുമ്പോഴാണ് പ്രമാണം വായിച്ച് കേൾക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളതുപോലെ ബൈബിൾ പുസ്തക രൂപത്തിൽ അന്നില്ല, അത് വായിച്ച് കേൾക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, കേൾക്കുന്നവരല്ല നീതിമാന്മാർ, അത് അനുസരിക്കുന്നവരത്രേ. യഹൂദന്മാരെ സംബന്ധിച്ച് അത് സിനഗോഗിൽ ചെല്ലുമ്പോൾ ഒരാൾ വായിക്കും, ഇവരത് കേൾക്കും. യാക്കോബിൻ്റെ പുസ്തകം 1-22 മുതൽ 25 വരെ വ്യക്തമായി നമുക്കറിയാം, കേൾക്കുന്നവരല്ല, കേൾക്കുന്നത് നമ്മൾ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യനോട് തുല്യനാണ് എന്ന് യാക്കോബ് പറയുന്നു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, ചട്ടങ്ങൾ, സാക്ഷ്യങ്ങൾ വചനത്തിലൂടെ നമ്മളെ അറിയിക്കുമ്പോൾ നമ്മളത് കേട്ടുകൊണ്ടിരിക്കാനുള്ളതല്ല, അതനുസരിച്ച് രൂപാന്തരം വരുത്തണം. അപ്പോൾ വ്യക്തമാണ്, 14-15 വാക്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ഒരു പ്രതിഷേധം ഇവിടെ കേൾക്കാം. എന്താ പ്രതിഷേധം? ആ പ്രതിഷേധ ശബ്ദം ഇങ്ങനെയാണ്, ശരി, ദൈവം യഹൂദന്മാരെ ന്യായം വിധിക്കുന്നത് ന്യായം, കാരണം അവർക്ക് നിയമമുണ്ട്. ദൈവം അവർക്ക് നിയമം കൊടുത്തു, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് കൃത്യമായി മോശയിലൂടെ കൽപ്പനകൾ, അതിൻ്റെ വിശദാംശങ്ങൾ യഹൂദന്മാർക്ക് കൊടുത്തു. ചട്ടങ്ങളും സാക്ഷ്യങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണങ്ങളും യഹൂദന്മാർക്ക് കൊടുത്തു. അവരെ ന്യായം വിധിക്കുന്നത് തികച്ചും ന്യായമാണ്. പക്ഷേ ഈ ജാതികൾക്ക് എന്താ ഉള്ളത്? ജാതികളെ എന്തടിസ്ഥാനത്തിൽ ന്യായം വിധിക്കും? അത് ദൈവം അന്യായമല്ലേ ചെയ്യുന്നത്? പുറജാതികളായ ഈ ജാതികൾക്ക് അവർക്കൊരു നിയമമില്ലല്ലോ. അപ്പോൾ അവരെ എങ്ങനെ ദൈവം ന്യായം വിധിക്കും? പൗലോസിൻ്റെ മറുപടി കൃത്യമായിട്ട് പറയും, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണിത്. പുറജാതികൾക്കും നിയമമുണ്ട്. ശരിയാണ്, എഴുതപ്പെട്ട ചുരുളുകളില്ല. കല്ലിലോ തുകലിലോ മറ്റ് ചർമ്മങ്ങളിലോ പ്രതലങ്ങളിലോ യഹൂദന്മാർക്കുള്ളതുപോലെ നൽകിയതുപോലെയുള്ള കൽപ്പനകളും ചട്ടങ്ങളും പുറജാതികൾക്കില്ല, ശരിയാണ്. പക്ഷേ അവർക്ക് നിയമമുണ്ട്. ഹൃദയത്തിൽ എഴുതിയ നിയമമുണ്ട്, മനസാക്ഷി സാക്ഷ്യപ്പെടുത്തുന്ന നിയമമുണ്ട്, വിചാരങ്ങൾ പ്രതിവാദിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന നിയമസംഹിതയുണ്ട്. അവിടെ മനസ്സിലുണ്ട്, ഹൃദയത്തിലുണ്ട്. ഇതാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന വിഷയം. വളരെ സുപ്രധാനമാണ്. കാരണം പല ആൾക്കാരും പലപ്പോഴും ചോദിക്കാറുണ്ട്, ശരി, ബൈബിൾ അടിസ്ഥാനത്തിൽ ദൈവം, റോമലേഖനം 2-ന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് തന്നെ അവസാനം പറയുന്നുണ്ട്,
ദൈവം എങ്ങനെയാണ് ന്യായം വിധിക്കുന്നതെന്ന്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന ആളിൽ തന്നെ വചനം അടിസ്ഥാനപ്പെടുത്തിയാണ് ന്യായം വിധിക്കുന്നത്. അപ്പോൾ ന്യായമായി ചിലർ ചോദിക്കും, ആഫ്രിക്കൻ വനാന്തരങ്ങൾ, ആമസോൺ കാടുകൾ, പലയിടത്തുള്ള ഗോത്രവർഗ്ഗക്കാർ, ദൈവം ചെന്നിട്ടില്ലാത്ത, സുവിശേഷം അറിയിക്കുന്നവർ കടന്നു നിന്നിട്ടില്ലാത്ത, ബൈബിൾ എന്നൊരു പുസ്തകത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത ഭൂമിയിൽ ചില മനുഷ്യ സമൂഹങ്ങളുണ്ട്. അവരെങ്ങനെ ദൈവം എന്തടിസ്ഥാനത്തിൽ ന്യായം വിധിക്കും? അവർക്ക് സുവിശേഷം അറിയില്ല, യേശു ആരെന്നറിയില്ല, ബൈബിൾ അറിയില്ല, ഒന്നും അറിയില്ല. എന്തടിസ്ഥാനത്തിൽ ഒരു ന്യായം വിധിക്കും? അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് പുറജാതികൾ, മനസാക്ഷി, അവരുടെ സുവിശേഷ വേല. ദൈവം അവരെ എങ്ങനെ ന്യായം വിധിക്കും? പൗലോസ് കൃത്യമായി പറയും, അവർ നിയമത്തിന് പുറത്തല്ല. യഹൂദന്മാർക്കൊരു എഴുതപ്പെട്ട നിയമമുണ്ട്, ശരി, പക്ഷേ അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് നിയമമില്ലെന്നല്ല. മനുഷ്യരായിട്ടുള്ള എല്ലാവരും ഒരു നിയമത്തിൻ്റെ കീഴിലാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒരു ന്യായം വിധിക്കും. ന്യായപ്രമാണമുള്ളവരെ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ന്യായപ്രമാണം ഇല്ലാത്തവർ ന്യായപ്രമാണം ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ ന്യായം വിധിക്കും. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി നാളെ മുതൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. വായിക്കുക, റോമലേഖനം 2:14, 15, 16 3 വാക്യങ്ങൾ ആവർത്തിച്ച് വായിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.